മുന്നോട്ട് വരണം. ലൂക്ക 16:16 സ്വർഗരാജ്യത്തിലോട്ട് എന്നാലും വല്ലതും കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കും. 10 കൊല്ലമായി കഴിഞ്ഞ് ഞാനും പ്രാർത്ഥനക്കാരിയാണ്. എല്ലാ ആഴ്ചയും വരുന്നതുകൊണ്ട് പോകുന്നുണ്ട്. വല്ലതുകൊണ്ടോ പ്രതീക്ഷയുണ്ടോ? ആരുടെ എങ്കിലും മനസ്സാന്തരപ്പെടുത്താനുണ്ടോ? മറ്റേ ഒന്ന് കൈവച്ചു കൊടുത്താൽ മതി. എപ്പോ മനസ്സാന്തരപ്പെടും? ഒരു ഭജനം കേൾക്കണ്ട ഇല്ലേ? അത് കൃപയാണ്. ഇതുപോലെ അനേക കൃപകളുണ്ട്. ആ സമരയാക്കിയുടെ ഈശോ പറഞ്ഞ വചനം യോഹന്നാൻ 4:10 ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്നോ ചോദിക്കുന്നു. ആരോടാണ് നീ ചോദിക്കുന്നത്? നീ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തരുന്ന ജലം കുടിച്ചിരുന്നെങ്കിൽ. അപ്പൊ ദൈവത്തിന്റെ ദാനങ്ങൾ എല്ലാം ദൈവം തരും. റോമ 8 5 മുതൽ 13 വചനം ഒരു പ്രത്യേക ഘടനയായിട്ട് എടുക്കണം. പ്രത്യേകമായിട്ട് തറന്ന് വായിച്ചത്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇത് ഒളിഞ്ഞു കിടപ്പുണ്ട്. യേശുവിന്റെ ആത്മാവ് നമ്മളിപ്പോ ഒരാഴ്ച എല്ലാം കറങ്ങി വന്നിട്ട് ബൈബിൾ ക്ലാസ് വന്നു കഴിയുമ്പോൾ ഇതാന്ന് പറയുന്നത് വീണ്ടും ആ ആത്മാവ് ഉയർത്തെഴുന്നേക്കുന്നുണ്ടോ? ഇത് വലിയൊരു ആത്മീയ രഹസ്യമാണ്. ഇതാണ് ആ കൊളോസസ് 3:1-4 വനത്തിൽ പറയുന്നത്. 3-ാം അധ്യായത്തില് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ ബ്രദറായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. കണ്ടോ? അതുകൊണ്ടാണ് റോമ 8:13 വാക്യത്തില് വായിച്ചിട്ടുണ്ടോ? ആത്മാവും ജഡവുമായിട്ട് അറിയാൻ വേണ്ടിയായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗമിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ ആത്മനിയന്ത്രണം ദൈവത്തിന്റെ വലിയ ഗുണമാണ്. 2 തിമോത്തി 1:7 ദൈവസ്നേഹം, ആത്മനിയന്ത്രണം, ദൈവശക്തി, ഇത് 3 തമ്മിൽ വരുമ്പോഴാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ. നേരത്തെ പലർക്കും ഈ പേടിയുണ്ടല്ലോ. കാരണം എന്തുകൊണ്ടാണ്? റോമ 8:15 വീഴ്ചത്തിന്റെ ആത്മാവ്, പേടി. ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ധൈര്യം വരും. ആ പരിശുദ്ധാരി ഒരിക്കൽ വന്നാൽ പിന്നെ അതിങ്ങനെ വലുതായിക്കൊണ്ടിരുന്നാലോ? അതോ? അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തോട് തുടങ്ങുന്നാൽ പാപം ചെയ്യാൻ സാധ്യമല്ലെന്ന്. സങ്കീർത്തനം 119 വനം. 1 യോഹന്നാൻ 3:6-9 വനം. ദൈവത്തിൽ നിന്നും ജനിച്ചവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്നാണ് ജനിച്ചതെന്നിട്ട് സ്നേഹം, പൂർണ്ണ സ്നേഹത്തിൽ വന്നു കഴിയുമ്പോൾ സ്നേഹത്തിന് അളവുണ്ടാവും. പൂർണ്ണ സ്നേഹം വരാൻ പറ്റില്ല. ഈശ്വരൻ അറിഞ്ഞാലും തീരില്ല. പിന്നെ ഒരു ക്ലൈമാക്സ് വരെ വലിയ രഹസ്യം നടത്തിയോ ഇങ്ങനെയൊക്കെ കുറെ പേർക്ക് വരാം. അതിനപ്പുറമുണ്ട്. പത്രോസിനപ്പുറമുണ്ട്. പൗലോസിനപ്പുറമുണ്ട്. പൗലോസിനെ കൊടുത്ത് തന്നെ ഇപ്പൊ കണ്ണെന്ന് വെച്ചിരിക്കണം. അതിന് കിടന്നതർത്ഥം കേട്ടോ. എന്നിട്ട് പൗലോസ് പറഞ്ഞ എന്താണ്? 1 കൊറിന്തോസ് 14 37-40 വനത്തില് എന്താ പറയണ പൗലോസ്?
ഇത്രയും തന്നിട്ട് കിടന്ന് പ്രവാചകനെന്നോ ആത്മീയ മനുഷ്യനെന്നോ ആരെങ്കിലും തന്നെ തന്നെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന ഈ സംഗതികൾ കർത്താവിന്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം. അവൻ അംഗീകരിക്കണമോ? അംഗീകരിക്കണം. ആ കർത്താവിന്റെ കൽപ്പനയായി അവൻ അംഗീകരിക്കണം. അല്ലെങ്കിലോ ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനും അംഗീകരിക്കപ്പെടുകയില്ല. ഇല്ല. കേട്ടോ, അവ ബുദ്ധി കൊണ്ട് വല്ല ദൈവരാജ്യം നോക്കിയാലോ എല്ലാം ബുദ്ധിയിലാകണമെന്നുള്ള കളി മുഴുവൻ ലോകത്ത്. ഒന്നാമത് വചനം കേൾക്കുമ്പോ യെശയ്യാ 66:2 ഏഴ്മയും ആത്മാവിലെ ഭാവവും കേൾക്കുവായിരുന്നു. ഇത് കൊമ്പമേശ്യം വെച്ചുണ്ടാ വന്നിരുന്നു വചനം കേൾക്കണം. ഞാൻ ഇപ്പൊ പിടിച്ചെടുക്കാമെന്നത് എന്റെ ബുദ്ധിയിലാണ്. കണ്ടോ, എല്ലാം ബുദ്ധിയില്. എളിമയും അനിതാപവും കണ്ടോ, എളിമ അനിതാപം അത് രണ്ടും കൂടി വെച്ച് വരുമ്പോഴാണ് ആ മാതാവിനെ അതുപോലെ കണ്ടോ. മാതാവിനൊന്നും കാണാത്ത കാര്യം എന്താണ്? എളിമയില്ലാത്തതുകൊണ്ടാണ്. അതാണ് ഈ സങ്കീർത്തനം 119, 130 വാക്യത്തില് എളിമയുള്ളവർക്കേ വെളിച്ചം ചുരുളഴിഞ്ഞു കൊടുക്കുള്ളൂ. വചനത്തിന് ചുരുളഴിയുള്ളൂ. അത് എളിമ ഉള്ളവർക്ക് എളിമ വരുമ്പോ ആ എളിമയ്ക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കണം. കൃപയ്ക്ക് വേണ്ടി ആ ഈ കൊളോസസ് 1:9 പ്രകാശം വരും. ഇത് കിട്ടാനായിട്ട്, ഉൾക്കാഴ്ച കിട്ടാനായിട്ട്, വചനത്തിന്റെ പൊരുളറിയാൻ. യെശയ്യാ 57:15-14 പറയുന്നത് അനുതാപികളുടെയും പിന്നാലെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നു. ഒന്ന് വായിച്ചതിന്റെ 87 മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അത് ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. കണ്ടോ, ആ വാസം ഉറപ്പിക്കുകയാണ്. അതാണ് പ്രഭാഷകൻ 3:18 പറയുന്നത്. നീ എത്ര ഉന്നതനായ അത്രയ്ക്കും അത്ര വിനീതനാകുക. കണ്ടോ, ആ വിനയത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ വരുന്ന കർത്താവ്. അപ്പോഴാണ് ചുരുളെല്ലാം വചനമെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി വിനയം വരുമ്പോഴാണ് രാത്രി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്നത്. ഇന്ന് രാത്രി ഒന്ന് വിളിക്കട്ടെ ആരെങ്കിലും ഫോൺ നമ്പറുണ്ട് ഒന്ന് എഴുതി തന്നെ. ഞാൻ ചിലർക്ക് വിളിക്കാം, നഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല, വിളിച്ചു നോക്കാം. എഴുന്നേക്കുമായില്ലേ ഫോൺ ആരെടുത്ത് താഴ്ത്തു കേട്ടോ. ആ വിനയം വരുമ്പോഴാണ്. ഇതാണ് യാക്കോബ് 4:6-10 വരെയുള്ളതാണ്. ഈ പറഞ്ഞ വചനം തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് നിങ്ങൾ ശക്തി പ്രാപിച്ചു വന്നത് കേട്ടോ. അല്ലെങ്കിൽ ബുദ്ധിയിൽ കണ്ട് വന്നതല്ല. എളിമയിലാണ് തുടങ്ങുന്നത്. എല്ലാം എളിമകളിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഈശോ. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തില് ആ 8, 12, 14 വായിച്ചേ. ആ എളിമ ഈശോ എല്ലാ ശിഷ്യന്മാരുടെയും കാല് കഴുകി എന്നിട്ട് തുടച്ചു ഇല്ലേ. എന്നിട്ട് പത്രോസിനോട് തിരിഞ്ഞ് പറയുകയാണ് 8-ാം വാക്യം. പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ആ പുള്ളിക്കാരൻ എങ്ങനെയാണ് ബുദ്ധിയിലാകേണ്ടത്? കാല് കഴുകണം കേട്ടോ. ആ പിന്നെ അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? ആ ചോദിക്കാൻ എന്താണ് ചെയ്തതെന്ന് അറിയുന്നുവോ? എവിടെ അറിയാനാണ്? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. മാതൃക കാണിച്ചാണ്. കാരണം ഇതുപോലെ വന്നാൽ മാത്രമേ ഈശോയുടെ കൃപയിലോട്ട് വരുവല്ലോ. നമ്മൾ കൃപ വരാനായിട്ട് ഈ കൃപ അതിൽ കൂടിയാണ്, എളിമയിൽ കൂടിയാണ് കൃപ വരുന്നത്. അല്ലെങ്കിൽ കൃപ വരില്ല. കൃപയായിരിക്കില്ല, പ്രവർത്തനമായിരിക്കും. അതുകൊണ്ടാണ് എളിമ. ആ എളിമയിലോട്ട് താഴുക. എളിമ എവിടെയെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്? വചനങ്ങൾ ജർമ്മിയ പ്രകാരം ശക്തിയായിട്ട് 50, 31, 32 വാക്യം
അഹങ്കാരി നിന്റെ ഭവനം ഞാൻ തകർത്തുകളയുന്നുണ്ട് കേട്ടോ. നിന്റെ മാത്രമല്ല നിന്റെ സ്ഥലം കൂടി ഞാൻ തകർത്തുകളയുന്നു. അപ്പൊ നാം എളിമയിലോട്ട് വരുന്ന ഇതുകൊണ്ട് ഈശോയ്ക്ക് അറിയാം, ഈ ദൈവം കൊടുക്കുന്ന ദാനത്തിലൊന്നാണ് ധനം. ഈ ധനം വന്നു കഴിഞ്ഞാൽ ഈശോയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് കർത്താവിന് അറിയാം. ഇതുകൊണ്ടാണ് നാം വായിക്കാം ആ മത്തായിയുടെ സുവിശേഷം 19 ആ 23 പെട്ടെന്ന് വായിച്ചാല്, യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? എല്ലാവരും ആർക്ക് സാധിക്കും എന്ന ബുദ്ധിയുള്ള ചോദ്യം പറഞ്ഞു. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, മനുഷ്യർക്ക് സാധിക്കില്ല, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധിക്കും. കൃപ വരുമ്പോ എല്ലാം സാധിക്കും. കണ്ടോ, അത് തന്നെയാണ് മർക്കോസ് സുവിശേഷം 10:27 ദൈവത്തിന് എല്ലാം സാധിക്കുന്നു. ലൂക്ക 18:27 ദൈവത്തിന് എല്ലാം സാധിക്കുന്നുള്ളത്. ലൂക്ക 1:37 ദൈവത്തിന് എല്ലാം സാധിക്കും. അതുകൊണ്ടാണ് മാതാവിലെല്ലാം ദൈവം തന്നെ വന്നത് ശക്തി. ആ ദൈവം നിങ്ങളിലോട്ട് വന്നാലോ, വചനം നിങ്ങളിൽ വരുമ്പോഴും നിങ്ങൾ കൊച്ചുദൈവങ്ങളായി, പഴയ എല്ലാം മാറി, മതത്തിനൊക്കെ മാറി. പിന്നെ പണ്ടത്തെ ആളാണെന്ന് കരുതി കിടന്ന അളക്കിയ പണ്ട് പ്രാർത്ഥന കൂടുമ്പോയി വചനത്തിന് ശക്തിയില്ലാതെ വാചനം വന്ന് നിറയുമ്പോൾ യോഹന്നാൻ 10:34-35 വ്യത്യാസം വന്ന് ശക്തി വന്നോ? 1 യോഹന്നാൻ 2:14 കൃഷ്ണനെ തോൽപ്പിച്ചിരിക്കുന്നു. കൃഷ്ണനൊക്കെ താഴെ പോകും, സകലത മുട്ടുമടക്കും. ഫിലിപ്പിയർ 2:9-11 റോമ എവിടെയുണ്ട്? 14 10 എവിടെയാണുള്ളത്? 14 അധ്യായത്തില് ഉണ്ടോ? 11 വാക്യത്തിൽ എല്ലാ മുട്ടുകളും മടങ്ങും, എല്ലാ മുട്ടുകളും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും. എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും. ഈ ആത്മീയ ശക്തി വരാനാണ് ഈ സങ്കീർത്തനങ്ങൾ വായിക്കണമെന്ന് പറയുന്നത്. ആത്മാവിന് ശക്തി കിട്ടാൻ പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ വനരുന്ന് വായിക്കേണ്ടത്. ഇത് പ്രയാസമുള്ളപ്പോൾ മാറി കട്ടിലേ കിടന്ന് കരഞ്ഞും കണ്ട് തലേനെടുത്ത് തലേനും മോളിൽ വിട്ട് ഇടയ്ക്ക് പുറത്തുനിന്ന് മൂടിയും കിടക്കും. പ്രയാസമുള്ളപ്പോൾ എഴുന്നേക്കേ ഇല്ല. കണ്ടോ, ആ പ്രയാസമുള്ള സമയത്താണ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്. കണ്ടോ, അപ്പോഴാണ് കർത്താവിന്റെ കൃപ കൂടുതൽ വരുന്നത്, ഇല്ലേ? ദുരിതം ദുഃഖം അനുഭവിക്കുന്നവർക്കാണ് കർത്താവ് കൂടുതൽ കൊടുക്കുന്നത്. ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കും. അതാണ് റോമ 5:20 പാപത്തിന് മുകളിലാണ് കൃപ. നമുക്ക് ആവശ്യം കൃപയാണ്. കണ്ടോ, അതുകൊണ്ടാണ് ധനവാൻ കടക്കലെന്ന് എല്ലാം പറയുന്നത്.